السلام عليكم ورحمة الله وبركاته. الحمد لله الولي الحميد بلغنا بفضله العام الهجري الجديد، وأشهد أن لا إله إلا الله، وأشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن اتبع هداه. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. ഏറെ സന്തോഷകരമാകുന്ന ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അനുഗ്രഹപൂർണമായ ഒരു വർഷം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ഏതൊരു ഹിജറ വർഷവും ഹിജറയെ സംബന്ധിച്ചുള്ള ഓർമ്മകളും നമുക്ക് സമ്മാനിക്കുന്നത് നമ്മളേറെ പരിശുദ്ധമായി നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ത്യാഗ കഥയെ സംബന്ധിച്ചാണ്, ചരിത്രത്തെ സംബന്ധിച്ചാണ്. വിശ്വാസം അതിവിശാലമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്കുകളിൽ, പ്രവാചകൻ്റെ ഹദീസുകളിലൊക്കെ അതിൻ്റെ വളരെ വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് കാണാനാകും. അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നബിയോടുള്ള സ്നേഹമാണ്. നബിയോടുള്ള സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ്. ആ സ്നേഹത്തിൽ നമ്മൾ അത്രമാത്രം സത്യസന്ധരാണ് എന്ന് ഓർമ്മിക്കുന്നതാകണം ഓരോ ഹിജറയുടെ വർഷം ആരംഭിക്കുമ്പോഴും നബിയുടെ ഹിജറകൾ, നബിയുടെ ഹിജറയുടെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. ത്യാഗസമ്പൂർണമായ പ്രവാചകന്റെ പലായനം വലിയ വിശാലമായ വരികളിൽ, പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടതും വായിച്ചവരുമാണ് നമ്മൾ. നബിയുടെ ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. സ്വഹാബത്ത് പറഞ്ഞു തരികയാണ് ആ ചരിത്രം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര തിരിച്ച അബൂബക്കർ സിദ്ദീഖ്, ആ സിദ്ദീഖ് എന്ന നാമത്തെ അന്വർത്ഥമാക്കുന്ന ഒരു ഇടപെടൽ, സമീപനം അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധനാൻ, വാക്കിലും നോക്കിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ എത്ര സത്യസന്ധനാണ്. നമ്മൾ പറയാറില്ലേ, ഒരു വല്ലാത്ത മനുഷ്യനായി, മാതൃക, എല്ലാവർക്കും മാതൃകയുള്ള അതുല്യനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബിയുടെ പലായന ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് വേണ്ടി യാത്ര തിരിക്കുമ്പോൾ നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അസ്സുഹ്ബ, യാ റസൂലല്ലാഹ് അസ്സുഹ്ബ, അങ്ങയോടൊപ്പം കൂട്ടിന് വരാൻ എനിക്ക് അനുവാദമുണ്ടോ? ഞാനും വരട്ടെ? റസൂലുള്ളാഹി പറഞ്ഞു, അസ്സുഹ്ബ, നഅം, അതേ വരാം, എൻ്റെ കൂടെ വരാമെന്നാണ്. എല്ലാം ത്യാഗം നിറഞ്ഞ യാത്രയാണെന്ന ഉറച്ച ബോധ്യമുണ്ട് അബൂബക്കറിന്. ദുർഘടം പിടിച്ച പാതകൾക്കപ്പുറം പിന്നിൽ വരുന്നത് കൊല്ലാൻ വരുന്ന ശത്രുക്കളാണെന്നറിയാം. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറയുന്നതാണ് ഹിജറ എന്ന ബോധ്യമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച രംഗങ്ങളെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, മാ ശഅർതു അഹദൻ യബ്കി മിനൽ ഫറഹ്, സന്തോഷം കൊണ്ട് ഒരാൾ കരയുമെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒരാൾക്ക് സന്തോഷം വന്നാൽ കരയാൻ പറ്റുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. ഹത്താ റഅയ്തു അബൂബക്കർ യബ്കി യൗമഇദിൻ ഫറഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് സന്തോഷം മൂത്ത് ഒരാൾക്ക് കരയാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചതെന്ന് നമ്മുടെ ഉമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. കരഞ്ഞു വന്നാൽ, റസൂലുള്ളാഹിയോടൊപ്പമുള്ള ആ യാത്രക്ക് വേണ്ടി സന്തോഷത്താൽ കരഞ്ഞു വന്നാൽ, സന്തോഷം ടൂറ് പോകാനുള്ള സന്തോഷമല്ല എന്ന് നമുക്കറിയാം. നബിയുടെ കൂടെയുള്ള ഹിജറയാണ്. അത് ഒരു സത്യസന്ധമായ സ്നേഹമാണ്. നബിയോടൊപ്പം നടന്നു. നബിയോടൊപ്പം നടക്കുമ്പോൾ ആ സൗറ് വരെ നടന്നു പോകുന്ന വരികളെ സംബന്ധിച്ച് കാണാം. സൗറെത്തിയിട്ടില്ല, പക്ഷെ സൗറെത്തുന്നതിന് മുന്നേ നബിയുടെ പിന്നിൽ പോകുന്ന, നബിയുടെ മുന്നിൽ നടക്കുന്ന അബൂബക്കറിൻ്റെ ആ യാത്രയെ സംബന്ധിച്ച് നബിയുടെ ഹിജറകളിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഏറ്റവും നല്ല കൂട്ടുകാരൻ പറയുന്ന വരികളിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി ചോദിച്ചു, മാലക തംശി സഅതൻ ബൈന യദൈ വസഅതൻ ബൈന ഖൽഫി, കുറച്ചേരം ഇങ്ങനെ മുന്നിൽ നടക്കുന്നത് എന്തിനാ?
കുറച്ചേറെ എൻ്റെ പിന്നിൽ നടക്കുന്നത് എന്തിനാ? മുന്നിലും പിന്നിലുമായി മാറി മാറി നടക്കുന്നത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറഞ്ഞു, അദ്കുറു തലബ് ഫഅംശി ബൈന യദൈക് ഫഅംശി ബൈന ഖൽഫക്. പിന്നിൽ നിന്ന് വരുന്ന ശത്രുക്കൾ ആലോചിക്കുമ്പോൾ ഞാൻ പിന്നിൽ നടക്കും. മാത്രവുമല്ല ഫഅംശി ബൈന യദൈക സുമ്മ അദ്കുറു റസദ്, മുന്നിൽ പതിയിരിക്കുന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മുന്നിൽ നടക്കും, അഥവാ മാറി മാറി നടക്കുക. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നെ ബാധിക്കണതിന് അപ്പുറത്ത് ആദ്യം നിന്നെ ബാധിക്കാനാണോ അബൂബക്കറെ നീ വിചാരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, വല്ലദീ ബഅസക ഫിൽ ഹഖ്, അങ്ങയെ നിയോഗിച്ചത് ആരാണോ അവൻ തന്നെയാണ് സത്യം. അങ്ങക്ക് എന്തും പറ്റുന്നതിന് മുന്നേ അതെനിക്ക് പറ്റിക്കോട്ടെ എന്നുള്ള നിലക്കാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കറകളഞ്ഞ പ്രവാചക സ്നേഹം അതാണ്. കറകളഞ്ഞ പ്രവാചക സ്നേഹം, സത്യസന്ധമായ നബിയെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ആ വരികൾ എന്നാണ്. മാത്രവുമല്ല, ആ സൗറിലേക്ക് എത്തുമ്പോൾ സൗറക്ക് നബിയെ കയറാൻ അനുവദിക്കണില്ല. മക്കാനക്ക് അവിടെ നിൽക്കി നബിയെ, ഞാനൊന്ന് കയറട്ടെ, അവിടെ ഒന്നുമില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ സൗർ മലയെ അങ്ങേക്ക് വേണ്ടി ഞാൻ സുരക്ഷിത താവളമാക്കിയതിന് ശേഷം ഇവിടെ കയറിയാൽ മതി. ആലോചിച്ച് നോക്കി, നബിയോടുണ്ടായിരുന്ന സ്നേഹം, നബിയോടുണ്ടായിരുന്ന കരുതൽ അത്രമാത്രം അവിടുത്തെ വാചകങ്ങളിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്നതായിരുന്നു അബൂബക്കർ എന്ന മഹാ അതുല്യ പുരുഷന്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാനുള്ളത്. റസൂലുള്ളാഹിക്ക് വേണ്ടി അതിനെ ഒരുക്കി വെച്ചു എന്ന് മാത്രമല്ല, കാൽപെരുമാറ്റം, ശത്രുക്കളുടെ കാൽപെരുമാറ്റം ആ സൗർ മലയുടെ മുകളിൽ കടന്നു വന്നപ്പോൾ അബൂബക്കർ ഭയചകിതനായി റസൂലുള്ളാഹിയോട് പറഞ്ഞു, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈ, ഈ മുകളിലുള്ള ആൾക്കാർ കാലിന്റെ ചോട്ടക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണൂലേ റസൂലെ, അവർ നമ്മളെ കാണൂലേ? ഫഖാല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ വന്നക യാ അബൂബക്കർ ബിഇസ്നൈനി വല്ലാഹു സാലിസുഹുമാ, രണ്ടാൾക്കാരുണ്ടാകുമ്പോൾ മൂന്നാമതായി കാവലായി സംരക്ഷകനായി നമ്മളറിയുന്ന അള്ളാഹു ഒപ്പം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് എന്തേ അബൂബക്കർ താങ്കൾ ഓർക്കാത്തത് എന്ന് റസൂലുള്ളാഹി പറയുമ്പോഴും അള്ളാഹു ആയത്തിറക്കി. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ല സുന്ദരമായ അള്ളാഹുവിന്റെ സംസാരം, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ, പ്രവാചകന്റെ മേൽ സമാധാനത്തെ അവതരിപ്പിച്ചവനാണ്. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പിൻബലം നൽകി എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ. സത്യസന്ധമായ ഒരു സ്നേഹത്തിന് അള്ളാഹുവിന്റെ സഹായം എന്നാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നാണ്, ഏറ്റവും നല്ല ആ ഒരു ത്യാഗത്തിന് അള്ളാഹു സമ്മാനിച്ചതെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ആ യാത്ര സുദീർഘമായിരുന്നു, ദുർഘടം പിടിച്ചതായിരുന്നു. രാവ് മുഴുവൻ ഉറങ്ങാതെ നബിയെയും കൊണ്ട് അബൂബക്കർ നടന്നെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത്. ആ രാവ് മുഴുവൻ ഞങ്ങൾ ഉറങ്ങാതെ നടന്നു, ഉറക്കമുളച്ച് നടന്നു. ഇന്ന് മക്കളൊക്കെ ഉറക്കം വിളിക്കുന്നത് കാണാല്ലേ പലരും. സത്യസന്ധത ഇവിടെ തെളിയിക്കേണ്ടത്, ഉറക്കമിളക്കുന്നത് നബിയുടെ മാതൃകക്കനുസരിച്ചാവണം. പല രൂപങ്ങളിൽ പലതിനും വേണ്ടി ഉറക്കമൊഴിവാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറക്കം വിളിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു, ദുർഘടം പിടിച്ച യാത്രയിൽ കണ്ണിമ വട്ടാതെ ഞങ്ങൾ നടന്നു. അത്യുച്ച അല്ലെ, നല്ല നട്ടുച്ച സമയം ഉദിച്ചു വരുമ്പോഴാണ് അങ്ങ് വിദൂരതയിൽ തണലുള്ള ഒരു പാറ ഞങ്ങൾ കാണുന്നത്. അതുവരെ വെയില, തണൽ കണ്ടത് അങ്ങ് വിദൂരതയിൽ ഒരു ഉച്ച നേരമായപ്പോഴാണ്. പിറ്റേ ദിവസം അങ്ങനെ ഒരു തണലുള്ള പാറ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നബിയെ നിങ്ങളൊന്ന് അവിടെ പോയി ഉറങ്ങിക്കോളൂ. അവിടെ ആർക്കും ഉറക്കം വേണ്ട, അബൂബക്കറിന് ഉറക്കമില്ല. അദ്ദേഹത്തിന്റെ ഉറക്കം പോലും ത്യജിച്ച്, ക്ഷീണം പോലും മറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന സ്നേഹത്തെ പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു, ഞാൻ കാവല് കടക്കാം. അതും കഴിഞ്ഞ് ഒരു ആട്ടിടയനെ കണ്ടുവന്നാണ്. ആ യാത്രക്കിടയിൽ ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയനോട് പറഞ്ഞു, അഫതഹ്ലുബുലി, എനിക്ക് ഹലീബ് തരുമോ, പാല് കറന്നു തരുമോ? അതേ എന്ന് പറഞ്ഞപ്പോൾ ആ പാലുമായി ഫഅതൈതുഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അരികിൽ ഞാൻ ആ പാലുമായി വന്നു. ഫശരിബ, റസൂലുള്ളാഹി അത് കുടിച്ചു. ഈ ഹദീസിലെ വരിയിലെ രസതല്ല, ആ അടുത്ത വാക്കാണ്, ഹത്താ റളീത്, എൻ്റെ മനസ്സ് തൃപ്തി അടയുന്നത് വരെ, എനിക്ക് സമാധാനമാകുന്നത് വരെ
എൻ്റെ ഹൃദയം തുടിക്കുന്നത് വരെ നബി കുടിക്കുന്നത് ഞാൻ കണ്ടു നിന്നുവെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അസ്സിദ്ദീഖ്, സ്നേഹത്തിൽ സത്യസന്ധനായിരുന്നു അബൂബക്കർ എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രവാചക സ്നേഹത്തിൽ നമ്മളത്ര സത്യസന്ധരാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനുള്ള ഒരു പുനർവിചിന്തനമാണ് നബിയുടെ വരികളെ, നബിയുടെ ഹദീസുകളിലെ വരികളിലെ ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. റസൂലുള്ള ദാഹം തീർത്തു, ആശ്വാസം കൊണ്ടു. ഏറ്റവും നല്ല ആ പ്രവാചക സ്നേഹിയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പലായനം പൂർത്തിയാക്കി. അല്ലാഹു ഏറ്റവും നല്ലൊരു ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഒരു നല്ല സമാധാനപൂർണമായ ഒരു നാടിനെ ഒരുക്കി തന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. സത്യസന്ധത ആ പ്രവാചക സ്നേഹത്തിൽ അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പ്രവാചക സ്നേഹികളെ, അനുഗ്രഹപൂർണമായ ആ യാത്ര വളരെയേറെ പ്രയാസങ്ങൾക്കൊടുവിൽ അതവിടെ അവസാനിച്ചുവെങ്കിലും നബി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകാ പുരുഷൻ നബിയോടൊപ്പം ഉണ്ടായപ്പോഴും അവിടുന്ന് അങ്ങോട്ട് മദീനയിൽ ഏറ്റവും നല്ലൊരു ഇസ്ലാമിക സാമ്രാജ്യത്തെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പടുത്തുയർത്തുമ്പോൾ നബിയോടൊപ്പം കറകളഞ്ഞ സ്നേഹവുമായി, സത്യസന്ധമായ സ്നേഹവുമായി കൂടെ കൂടിയത് പ്രവാചകൻ്റെ അനുചരന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൻ്റെ സ്നേഹത്തിൽ കാപട്യമില്ല, ആ സ്നേഹത്തിൽ സ്വാർത്ഥതകളില്ല, ആ സ്നേഹത്തിൽ എല്ലാറ്റിനേക്കാളും തങ്ങളുടെ ജീവനും കുടുംബവും തങ്ങളുടെ സമ്പാദ്യവും ഒക്കെ റസൂലുള്ള കഴിഞ്ഞിട്ടേ തങ്ങൾക്കുള്ളൂ, അതിനോട് വിലയുള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന വിധം നബിയെ സ്നേഹിച്ചവരാൻ. അവരുടെ സമയങ്ങൾ മുഴുവൻ, അവരുടെ ആരോഗ്യങ്ങൾ മുഴുവൻ, അവരുടെ കുടുംബം പോലും നബിയുടെ മുമ്പിൽ അവർ കാഴ്ചവെക്കാൻ തയ്യാറായത് ഈമാൻ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, വിശ്വാസത്തിൻ്റെ മുഅ്മിൻ എന്ന തലങ്ങളിലേക്ക് ഉയരാൻ വേണ്ടിയാണ്. ചില ശത്രുക്കൾ പോലും പറഞ്ഞു നബിയുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദാ, ഞാനിതുവരെ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. എങ്ങനെ? കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഒരു സ്നേഹത്തിൽ വിപ്ലവം കാണിക്കാൻ കഴിയണം. അഭ്രപാളികളിൽ മിന്നിമറിയുന്ന താരരാജാക്കൾക്ക് വേണ്ടി എല്ലാം ചെലവഴിക്കുന്ന ഒരു യൗവനം, ഒരു യുവത കല കടന്നു വരുമ്പോൾ ഏറ്റവും നല്ല പ്രവാചക സ്നേഹം അതിരാവുകളിൽ, പകലുകളിൽ, ജീവിതത്തിൻ്റെ എല്ലാ അഖില നിഖില നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല പ്രവാചക സ്നേഹം ഒടുക്കാൻ നമ്മളെ കൊണ്ടാവണം. അള്ളാഹു ആ പ്രവാചക സ്നേഹികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബിയെ മാതൃകയാക്കുന്നവരിൽ, നബിക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്നവരിൽ, നബി തന്ന ദീനിന് വേണ്ടി എല്ലാം ത്യജിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു അതിന് ഏറ്റവും നല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. പ്രവാചക സ്നേഹത്തിൽ അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രവാചക സ്നേഹം സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും അള്ളാഹു നന്മകൾ സമ്മാനിക്കട്ടെ. എല്ലാ നിലക്കും സത്യസന്ധമായ സ്നേഹം ഈ രാജ്യത്തോടും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും കണക്കാക്കാൻ അള്ളാഹു നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ വസല്ലിം അലാ നബിയിന മുഹമ്മദ് വറളിയല്ലാഹു അൻ അബീ ബക്കർ وعمر وعثمان وعلي وأن سائر الصحابة الأكرمين. اللهم احفظ دولة الإمارات من كل الجهاد واحفظ قيادتها وأهلها ومن يعيش على أرضها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك. اللهم اشمل شهداء الوطن
برحمتك وغفرانك وادخلهم بفضلك فسيح جناتك اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة